പത്തനംതിട്ടയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തെ ചൊല്ലി സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ തമ്മിലുണ്ടായ വാക്കേറ്റവും കയ്യാങ്കളിയും നിഷേധിച്ച് ജില്ലാ നേതൃത്വം. സംഭവം മാധ്യമ സൃഷ്ടിയെന്നായിരുന്നു ജില്ലാ സെക്രട്ടറിയുടെ വാദം. ഇന്നലെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തർക്കം. തോമസ് ഐസക്കിന്റെ പ്രചാരണം മോശമാണെന്ന് വാദിച്ച് മുതിർന്ന നേതാക്കൾ തമ്മിൽ വാക്കുതർക്കവും ഉന്തുന്തള്ളും. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി ഹർഷകുമാറും പത്മകുമാറും വാക്കുതർക്കത്തിലേർപ്പെട്ടുവെന്നായിരുന്നു വാർത്ത. തെരഞ്ഞെടുപ്പ് ചുമതലയിൽ നിന്നും മാറ്റണമെന്നാവശ്യപ്പെട്ട് മുതിർന്ന നേതാവ് നേതൃത്വത്തിന് കത്ത് നൽകി. ഈ സംഭവങ്ങളെല്ലാം നിഷേധിച്ചിരിക്കുകയാണ് ജില്ലാ നേതൃത്വം. ജില്ലാ സെക്രട്ടേറിയറ്റിനെ സംബന്ധിച്ച് മാധ്യമങ്ങളിൽ വന്ന വാർത്ത തികച്ചും അടിസ്ഥാനരഹിതമാണ്. ഐസക്കിനെ സംബന്ധിച്ച് ജനങ്ങളുടെ വലിയ സ്വീകാര്യതയാണ് ഉണ്ടായിരുന്നത്. അതിനെ ദുർബലപ്പെടുത്താൻ വേണ്ടി മാധ്യമങ്ങൾ വളരെ ബോധപൂർവമായി സൃഷ്ടിച്ച വ്യാജ വാർത്തയാണ്. അടിസ്ഥാനരഹിതമായ വാർത്ത ജനങ്ങൾ തള്ളിക്കളയണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഏപ്രിൽ 8 മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടി അടൂരിൽ നടക്കാനിരിക്കെയാണ് ഈ സംഭവ വികാസങ്ങൾ. ജനം, പത്തനംതിട്ട. സിപിഎം പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തർക്കവും കയ്യാങ്കളിയും നടന്ന വിഷയത്തിൽ കർശന നടപടിയിലേക്ക് സംസ്ഥാന നേതൃത്വം. തെരഞ്ഞെടുപ്പിന് ശേഷം അച്ചടക്ക നടപടിയുണ്ടാകും. പത്തനംതിട്ടയിലെ വിഭാഗീയത സംസ്ഥാന വ്യാപകമായി സിപിഎമ്മിന് നാണക്കേടുണ്ടാക്കിയെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. സിപിഎം പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മുൻ MLA പത്മകുമാറും ഹർഷകുമാറും തമ്മിലാണ് വാക്കേറ്റവും കയ്യാങ്കളിയും നടന്നത്. ഇക്കാര്യത്തിൽ കർശന നടപടിയിലേക്ക് നീങ്ങുകയാണ് പാർട്ടി സംസ്ഥാന നേതൃത്വം. പക്ഷേ തെരഞ്ഞെടുപ്പ് കാലമായതിനാൽ അച്ചടക്ക നടപടി ഉടൻ ഉണ്ടാവില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകും. അസാധാരണമായ സംഭവമാണ് പത്തനംതിട്ടയിൽ നടന്നതെന്നും സംസ്ഥാന വ്യാപകമായി ഇത് നാണക്കേടുണ്ടാക്കിയെന്നുമാണ് പാർട്ടി സംസ്ഥാന ഘടകത്തിന്റെ വിലയിരുത്തൽ. മന്ത്രി VN വാസവൻ പങ്കെടുത്ത യോഗത്തിലായിരുന്നു സംഭവം. അതിനാൽ കൂടുതൽ വിവരങ്ങൾ വാസവൻ സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം മോശമാണെന്ന വിമർശനത്തിലാണ് തർക്കം ഉടലെടുത്തത്. ഏപ്രിൽ 8 മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുന്ന പരിപാടിക്ക് പ്രചാരണം ശക്തമല്ലാത്ത അടൂർ വേദിയാക്കിയതിനെ ചൊല്ലിയുള്ള തർക്കം കയ്യാങ്കളിയായി മാറിയെന്നാണ് സൂചന. എന്നാൽ ചർച്ചകൾ മാത്രമേ നടന്നുള്ളൂ എന്നാണ് ജില്ലാ സെക്രട്ടറി മാധ്യമങ്ങളെ അറിയിച്ചത്. ആലപ്പുഴ സ്വദേശിയായ TM തോമസ് ഐസക്കിനെ പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാക്കിയതിൽ ജില്ലയിലുള്ളവർക്ക് അതൃപ്തിയുണ്ട്. റാന്നി മുൻ MLA രാജു എബ്രഹാമിന് സീറ്റ് നൽകണമെന്നതായിരുന്നു ഇവരുടെ ആവശ്യം. ഇതെല്ലാം പ്രചാരണത്തെ ദോഷകരമായി ബാധിച്ചു എന്നതാണ് വസ്തുത. ജനം, തിരുവനന്തപുരം.